ചിറ്റൂർ പ്രസ് കൗൺസിൽ നേതൃത്വത്തിൽ പ്രതിഭാസംഗമം സംഘടിപ്പിച്ചു. നെഹ്റു ഓഡിറ്റോറിയത്തിലായിരുന്നു പ്രതിഭാസംഗമത്തിന് വേദിയായത്. വിദ്യാർത്ഥികളെ ആദരിക്കൽ, പഠന കിറ്റ് വിതരണം, വിവിധ മേഖലയിലെ മികച്ച വ്യക്തിത്വങ്ങളെ ആദരിക്കൽ എന്നിവയുമുണ്ടായി. പ്രാദേശിക പത്രപ്രവർത്തകർ, പൊതുപ്രവർത്തകർ, നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണലീല എന്നിവർ ആദരമേറ്റുവാങ്ങി. അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ പ്രതിഭാസംഗമം ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ കുട്ടികളോട് മാത്രമാണ് നിങ്ങളിപ്പോൾ ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന ആളുകൾ. നിങ്ങൾ എല്ലാവരും വിജയിച്ച് അതിൻ്റെ ഒരു ആഹ്ലാദത്തിൽ ജീവിതത്തിൽ എപ്പോഴും വിജയം മാത്രം ഉണ്ടാവില്ല. ജീവിതത്തിൽ പരാജയങ്ങളുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു പരാജയം. അത് പരീക്ഷയിൽ മാർക്ക് മേടിക്കുന്നതല്ലാത്ത മാത്രമാണ്. അങ്ങനെ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ലൈഫിൽ യഥാർത്ഥ സക്സസ്. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയുന്നുള്ളൂ. ചെറിയൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞു. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇപ്പം നിങ്ങൾ 99% വിജയം അല്ലേ? പരീക്ഷ എഴുതിയ കൂടെയുള്ള എല്ലാവരും പാസ്സായില്ലേ? കൂടെയുള്ളവരെല്ലാം പാസ്സായി അല്ലേ? ക്ലാസ്സിലെല്ലാവരും പാസ്സായി. ഞങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെയല്ല. ഞാൻ പഠിക്കുന്ന വർഷമാണ് ആദ്യമായിട്ട് 50% ആളുകൾ കേരളത്തിൽ വിജയിക്കുന്നത്. SSLCയിൽ 50% വിജയിക്കുന്നത് ആദ്യമായിട്ട് വിജയിക്കുന്നത് ഞാൻ പഠിച്ച വർഷമാണ്. അപ്പം എൻ്റെ കൂടെ പഠിച്ച പകുതി ആളുകൾ തോറ്റു എന്നാണ് എൻ്റെ അർത്ഥം. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ടിനു യോഹന്നാൻ പഠന കിറ്റ് വിതരണം നടത്തി. പ്രസ് കൗൺസിൽ പ്രസിഡന്റ് രതീഷ് ബാബു അധ്യക്ഷനായി. കെ പ്രേമൻ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.